രാം നാം സച്ച് ഹേ. കാശിയുടെ പുണ്യഭൂവിൽ ഗംഗാദത്തൻ യാനമിറങ്ങുമ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. ഗംഗയുടെ ചിറ്റോളങ്ങളിൽ സ്വർണ്ണച്ചവി വിരിയിക്കുന്ന ദീപശ്രേണികൾ ഒന്നൊന്നായി തെളിഞ്ഞു തുടങ്ങി. തീരങ്ങളിലെ ഇടതടവില്ലാത്ത മന്ത്രോച്ചാരണങ്ങൾ നേർത്ത് നേർത്ത് ഒരു ചുണ്ടനക്കം മാത്രമായി ക്രമേണ പരിണമിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ കുളിയും തൊഴലും കഴിഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അസ്ഥികളും പേറി അടുത്ത പ്രഭാതത്തിനു വേണ്ടി സത്രങ്ങളിൽ കാത്തിരുന്നു. ഗംഗാദത്തനും അടുത്ത പ്രഭാതത്തിനായി കാത്തിരിക്കുക മാത്രമേ കരണീയമായി അവശേഷിച്ചിരുന്നുള്ളൂ. ഒരു വ്യത്യാസം മാത്രം. തോളത്ത് തൂങ്ങുന്ന തൻ്റെ തുണിസഞ്ചിയിൽ പ്രിയപ്പെട്ടവരുടെ ആരുടെയും അസ്ഥികൾ അടങ്ങുന്ന മൺകുടം കോടി മുണ്ടിൽ പൊതിഞ്ഞ് അയാൾ പേറുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അപസ്മാരത്തിൻ്റെ ഭൂതഗണങ്ങൾ ഉറങ്ങുന്ന മൺകുടങ്ങൾ താങ്ങാനാവാത്ത ഒരു ഭാരമായി അയാൾ ശിരസിൽ പേറിയിരുന്നു. പൊക്കൽ കൊടി വിട്ട കാലം മുതൽ ആഴ്ചയുടെ അഭിശപ്ത നിമിഷങ്ങളിലൊന്നിൽ ആഴക്കടലിലെ നീരാളികളെപ്പോലെ 1000 പാണികൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി നീരൊറ്റിക്കുടിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവേന അപ്രത്യക്ഷമാകുന്ന അപസ്മാരത്തിൻ്റെ ഭൂതഗണങ്ങൾ ഉറങ്ങുന്ന മൺകുടങ്ങൾ.